സംസ്ഥാനത്തെ റോഡുകളുടെ ദുരവസ്ഥ വീണ്ടും സഭയിൽ ഉയർത്തി പ്രതിപക്ഷം. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിലൂടെ സഞ്ചരിച്ചാൽ എല്ലൊടിയുമെന്ന് പ്രമേയം അവതരിപ്പിച്ച എംഎൽഎ നജീബ് കാന്തപുരം. റോഡുകളിൽ ഭൂരിഭാഗവും മികച്ച രീതിയിലെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വിചിത്ര മറുപടി. മന്ത്രിയുടെ മറുപടി തൃപ്തികരമെന്ന് അറിയിച്ച് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ച് സ്പീക്കർ. ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, വിവരങ്ങൾ. ആരോഗ്യ സംസ്ഥാനത്തെ റോഡുകളുടെ ശോചനീയ അവസ്ഥ വീണ്ടും പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുകയായിരുന്നു. അടിയന്തര പ്രമേയത്തിലൂടെയാണ് ഈ വിഷയം വീണ്ടും സഭയിൽ ഉന്നയിച്ചത്. സംസ്ഥാനത്തെ റോഡുകളിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ റോഡുകളിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഗർഭിണികൾക്ക് വരെ ദുഷ്കരണം അല്ലെങ്കിൽ ഗർഭിണികൾക്ക് വരെ അപകടമുണ്ടാകുന്ന അവസ്ഥയിലൂടെയാണ് പോകുന്നത്. മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള മോശം റോഡുകൾ ഒഴിവാക്കി ശരിയായ സഞ്ചാര പാത തിരഞ്ഞെടുക്കുന്നു. ഒരുപക്ഷെ പൊതുജനങ്ങൾക്കും ആ പാത പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ വലിയ സൗകര്യമാകുന്ന രീതിയിൽ ആക്ഷേപത്തോടു കൂടിയായിരുന്നു സംസാരിച്ചത്. എന്നാൽ ഈ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള അവസ്ഥ നിലനിൽക്കുന്നില്ല. റോഡുകളെല്ലാം മികച്ച നിലവാരത്തിലുള്ളതാണ്. റണ്ണിംഗ് കോൺട്രാക്ടർ ഉൾപ്പെടെയുള്ള പൊതുമരാമത്ത് വകുപ്പിന്റെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതിനു ശേഷം സംസ്ഥാനത്തെ റോഡുകളെല്ലാം മികച്ച രീതിയിലാണ് എന്ന രീതിയിലുള്ളൊരു വിചിത്രമായൊരു മറുപടിയാണ് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് മറുപടിയായി നൽകിയത്. മുഹമ്മദ് റിയാസിന്റെ മറുപടി തൃപ്തികരമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചത്. തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. ശരി, ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.